ഹായ് ഗായ്സ്, നമുക്കിന്നൊരു സൂപ്പർ ടേസ്റ്റി കൂൺ ബിരിയാണി ഉണ്ടാക്കിയാലോ? ആദ്യമായി അതിന് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം തിളപ്പിച്ചെടുക്കുക. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 കറുവപ്പട്ട, 7-8 ഗ്രാമ്പു, 5 ഏലക്ക, 15 കുരുമുളക്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പുമിട്ട് വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇനി 2 കപ്പരി, അതായത് ഏകദേശം 1.5 നാഴി അരി 1 മണിക്കൂർ നേരത്തെ തന്നെ കുതിർത്ത് വാരി വെച്ചിരിക്കുന്നത് ഇതിലേക്കിട്ട് 80 മുതൽ 90% വരെ വേവിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഉള്ളരി നന്നായി വേവണം. അരി വെന്ത ശേഷം ഊറ്റി മാറ്റി വെക്കാം. അരി വേവുമ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഷടപടേന്ന് കാര്യം നടക്കണ്ടേ? ഒരു പാത്രത്തിൽ 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 3 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആയാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതാണ് കൂട്ടുകാരെ ബരിസ്ത. ബരിസ്ത മൂപ്പിക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മൂത്ത് കിട്ടും. 80% വരെ ഗോൾഡൻ ബ്രൗൺ ആയാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം മൂപ്പിക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അരിയൊന്ന് നോക്കിക്കോണേ. ബരിസ്ത മാറ്റിയ ശേഷം അതേ പാത്രത്തിലേക്ക് 2 വഷണേല ഇട്ട് അതൊന്ന് ചൂടാകുമ്പോൾ 3 കുരുകുരേ അരിഞ്ഞ സവാള ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി വഴറ്റണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിയാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, ആവശ്യത്തിന് ഉപ്പുമിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. മസാലകളുടെ പച്ചമണം ഒന്ന് മാറിയതിനു ശേഷം അതിലേക്ക് 2 കുരുകുരേ അരിഞ്ഞ തക്കാളി കൂടി ഇട്ട് നന്നായി വഴറ്റണം. തക്കാളി ഒന്ന് വാടിയ ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസ്തൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ മല്ലിയില, 2-3 ടേബിൾ സ്പൂൺ തൈര് കൂടി ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 400 ഗ്രാം കൂൺ കൂടി ഇട്ട് നന്നായി ഇളക്കാം. ഞാനിവിടെ ബട്ടൻ കൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മഷ്റൂം ബിരിയാണിക്ക് ബട്ടൻ കൂണാണ് ഉത്തമം. ഈ കൂണ് 4 കീറിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കൂൺ ഇട്ടിളക്കിയ ശേഷം 2-3 പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ചെയ്തിടാം. അതിനുശേഷം 8 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. എന്താ മണം അല്ലേ? ഇനി നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് കൂടി ഇട്ട് അതിലേക്ക് 1 പിടി പുതിനയില, 1 പിടി മല്ലിയില, ഫുഡ് കളർ അല്ലെങ്കിൽ കുങ്കുമപ്പൂ പാലിൽ കലക്കിയതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ്, നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന ബരിസ്ത കൂടി ഇട്ട് ലോ ഫ്ലെയിം ആക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ദാ നമ്മുടെ കൂൺ ബിരിയാണി റെഡിയായി. അടികൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആവണ്ടേ? കുഴഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. ഹായ്, കണ്ടില്ലേ എന്താ ഭംഗി, എന്താ സ്വാദ്. ഉണ്ടാക്കി നോക്കില്ലേ? ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.